എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമക്കൽ. ഈ ഞായറാഴ്ച ഈസ്റ്റർ ആയത് കാരണം വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. പകരം തിങ്കളാഴ്ച വീഡിയോ ഉണ്ടാവുന്നതാണ്. സാധാരണ ഞാൻ എല്ലാ തിങ്കളാഴ്ചകളിലും വീഡിയോ ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ ഈ ആഴ്ച ഈസ്റ്റർ ആയത് കാരണം ഞായറാഴ്ച വീഡിയോ ഇല്ല, പകരം തിങ്കളാഴ്ച വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് വീണ്ടും ഒരു ഫാൻസിയുടെ കളക്ഷനുകൾ കാണാം. ഫസ്റ്റ് കാണിക്കുന്നത് തലമുടിയിൽ നിന്ന് ഇടുന്ന ബാൻഡുകളാണ്. ഇത് നോക്കൂ, ഇതുപോലെ ഇങ്ങനെ ഒരു ബാൻഡ് ഇത് നമുക്ക് തിരിച്ച് ഇങ്ങനെ ഇടാം. അതല്ലെങ്കിൽ ഇത് കയ്യില് സ്ക്രഞ്ചീസ് പോലെ കയ്യിലും ഇത് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. ഇത് ഇത്രയും ഷെയ്ഡുകളാണ് ഉള്ളത്. ഒരു ലൈറ്റ് കോഫിയും ബീജും കൂടി കലർന്നൊരു ഷെയ്ഡ്, നേവി ബ്ലൂ ഷെയ്ഡ്, ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, ബീജ് ഷെയ്ഡ്, ബ്ലാക്ക് ഷെയ്ഡ്, മെറൂൺ ഷെയ്ഡ്. ഇത്രയും ഈ ബാൻഡുകളുടെ കളറുകളാണ് പറഞ്ഞത്. പിന്നെ ഇതിന്മേലുള്ള ഗ്ലിറ്റർ ഉള്ള മുത്തുകൾ കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ബോളുകളാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതില് ഒരെണ്ണത്തിന്റെ റേറ്റ് വരുന്നത് 30 രൂപ ആണ് വരുന്നതും. ഇതുപോലെ തന്നെ തലമുടിയിൽ നിന്നിടുന്ന ബാൻഡാണ്, കറുത്ത ബാൻഡ്, അതിന്റെ മുകളിൽ ഒരു സ്ക്വയറിന്റെ റെഡ് കളറ് ബീഡല്ല, ഒരു കട്ട റെഡ് കളറ്. ഇതുപോലെയാണ് ഇത് വരിക. ഇങ്ങനെ ചിറ്റിയിടാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. വളരെ സിമ്പിൾ ആണ്, പക്ഷെ നല്ല ഭംഗിയാണ്. ഇതിന്റെ ഒരെണ്ണത്തിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 25 രൂപ. കാണിക്കുന്നത് ഇത് കുട്ടികൾക്ക്, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു മാലയാണ്. ഇത് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത മാലയാണ്, പക്ഷെ അതിന്റെ ഒരു തിളക്കം കണ്ടോ. അതായത് ഇത് ക്രിസ്റ്റലിന്റെ വളരെ ചെറിയ വെരി മൈന്യൂട്ട് ക്രിസ്റ്റലിന്റെ ഫോമിലുള്ള ഒരു അങ്ങനത്തെ ഒരു മെറ്റീരിയലിൽ വന്നിരിക്കുന്നതാണ്. നല്ല ഗ്ലിറ്റർ ആണ്, പക്ഷെ നമുക്കിത് പിടിച്ചാലുണ്ടല്ലോ ഒട്ടും കനമില്ല, ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഒരു മാലയാണ്. ഇതിന്റെ ഈ ബാക്കിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പഞ്ചാരമുത്ത് എന്ന് പറഞ്ഞ മുത്തുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് വൈറ്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ്. നിങ്ങൾക്ക് ഇതിൽ അതിന്റെ തിളക്കം മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇത് ഒരു മാലയ്ക്ക് 50 രൂപയാണ്. ഇതിപ്പോ ഫുള്ളും വൈറ്റ് ആണ്. അടുത്ത മാല വന്നിരിക്കുന്നത് ഇതാ പച്ചയും വെള്ളയും കൂടി. നോക്ക്, ഇതിന്റെ തിളക്കം കണ്ടോ. ഇത് പച്ച എന്ന് പറയുന്നത് ഈ പിന്നിലേക്ക് വരുന്ന കുഞ്ഞു പഞ്ചാരമുത്താണ്. ഫ്രണ്ടിൽ വരുന്നത് പച്ച എന്ന് പറയാൻ പറ്റില്ല, മയിൽപീലിയുടെ ഒക്കെ ഒരു കളറ്, അങ്ങനത്തെ ഒരു പീക്കോക്ക് ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്ത കളറും വൈറ്റ് കല്ലുകളാണ് ഇതിന്റെ ഇടയിൽ വന്നിരിക്കുന്നത്. ഇത് അതെ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത മാലയാണ്. ഫസ്റ്റ് വൺ ഫുള്ളും വൈറ്റ് ആയിരുന്നു, ഇത് രണ്ടും കൂടി മിക്സ്. അടുത്തത് വരുന്നത് മെറൂണും റെഡും. ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ മാലകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള തിളക്കമുള്ള ഒരു തരം മാലയാണ്. ഇതിന്റെ തിളക്കം അങ്ങനെ പെട്ടെന്ന് പോകുന്ന തിളക്കമല്ല കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 50 രൂപ. ഇത് കാണിക്കുന്നതും കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു മാലയാണ്. ഇത് അതെ ഒട്ടും വെയിറ്റ് ഇല്ല. ഈ മാലകളെ കാണുമ്പോൾ വിചാരിക്കും ഇതില് കല്ലുകളല്ലേ വെയിറ്റ് ആവും. അല്ല, ഇത് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത മാലയാണ്. ഇത് ഒരു റെഡ് കളറിലുള്ള, റെഡും മെറൂണും കൂടിയതാണ്. ഒരു ജെംസിന്റെ ഒക്കെ പോലെ അത്രയ്ക്കും വട്ടമില്ല, അതിനേക്കാളും കുറച്ചുകൂടി ചെറിയ വട്ടം. അത് കഴിഞ്ഞാൽ ഒരു മെറ്റലിന്റെ ആണ്, കണ്ടോ, മെറ്റലിന്റെ ഹാർട്ടിന്റെ ഷേപ്പ്, വീണ്ടും ആ റെഡ് കളർ വട്ടം. അങ്ങനെയാണ് ഇത് പോയിരിക്കുന്നത്. ഇതിന്റെ ബാക്കിലേക്ക് വന്നിരിക്കുന്നത് ഈ റെഡിഷ് മെറൂൺ കളറിലുള്ള പഞ്ചാരമുത്ത്. അപ്പൊ ഇതില് ഒരു മാലയുടെ റേറ്റ് വന്നിരിക്കുന്നത് 40 രൂപയാണ്. ഇപ്പൊ ഫസ്റ്റ് കളർ ഇതാണ്. രണ്ടാമത്തെ കളർ വന്നിരിക്കുന്നത് ഒരു നല്ല സാൽമൺ പീച്ചും ബ്ലാക്ക് മെറ്റലിന്റെ ഷെയ്ഡും. ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഈ മാലകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 40 രൂപ. നെക്സ്റ്റ് ക്ലിപ്പാണ് കേട്ടോ. ഇതില് സെന്ററിൽ ഇതുപോലെ ഇത് ശംഖിന്റെ ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ്. അത് കഴിഞ്ഞ് 2 സൈഡിലും ഇതുപോലെ 2 ബീഡാണ് വന്നിരിക്കുന്നത്. പിന്നെ സൈഡിൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഞാറയ്ക്ക കളറിന്റെ ഒക്കെ കളറിലുള്ള ബീഡ്സ് ആണ് ഇരിക്കുന്നത്. ഇത് എന്താ പറയാ, ഒരുപാട് തിക്ക് മുടി ഉള്ളവരാണെങ്കിൽ ഇത് എടുക്കരുത്, ഇതിൽ കൊള്ളില്ല. ഒരു നോർമൽ റേഞ്ചിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ മുടി ഇതിൽ ഇടാൻ പറ്റുന്നതാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 160 രൂപ. ഇത് ഞാൻ ഈ ബോക്സറൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇതിലിപ്പോ ഞാറയ്ക്ക കളറായിരുന്നു, ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരു പൗഡർ ബ്ലൂ ആണ്, പിന്നെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരു കോഫിയുടെ ഒക്കെ വെരി വെരി ലൈറ്റ് കോഫി ഷെയ്ഡ്. അങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ ടൈപ്പ് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്.
കണ്ടോ, സെന്ററിൽ 2 ബീഡ്, പിന്നെ ഇതുപോലെ മെറ്റലിന്റെ പല ഷേപ്പുകളിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അറ്റത്തും ഓരോ ബീഡ് ഒരു ഓവൽ ഷേപ്പില്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 160 രൂപ. നെക്സ്റ്റ് ഒരു ക്ലിപ്പ് വന്നിരിക്കുന്നത് സെന്ററിൽ ഒരു ബീഡ്, പിന്നെ ഒരു മെറ്റലിന്റെ പീസ്, പിന്നെ വീണ്ടും ഒരു ലൈറ്റ് ബ്ലൂ, പിന്നെ വീണ്ടും ഇതുപോലെയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 130 രൂപ. ഇതും ഒരുപാട് കുറെ മുടിയുള്ളവർ, ഭയങ്കര തിക്ക് മുടിയുള്ളവർ ഇത് എടുക്കരുത്. നോർമൽ മുടിയുള്ളവർ മാത്രമേ എടുക്കാവൂ. ഇത് ഫുൾ മുടി കടക്കുന്ന ക്ലിപ്പുകളാണ്. നെക്സ്റ്റ് ക്ലിപ്പുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഈ മരത്തിന്റെ റൗണ്ട് ബോൾ സെന്ററിലായിട്ട് വേറെ വേറെ ഡിസൈൻ ആയിരുന്നു ഈ സൈഡിലേക്ക് വന്നപ്പോ. അപ്പൊ ഒരുപാട് കസ്റ്റമർ അത് ചോദിച്ചതാണ്. പക്ഷെ ആ സെയിം ഡിസൈനുകളല്ല ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് സെന്ററിൽ ഒരു ബോൾ തന്നെയാണ്, മരത്തിന്റെയാണ്. പിന്നെ ഒരു ബീഡ്, പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഓവൽ ഷേപ്പിലുള്ള ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ബീഡാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 180 രൂപയാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് 180 രൂപ. അപ്പൊ ആദ്യത്തെ ക്ലിപ്പില് ഇവിടെ ഈ സൈഡിൽ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലുള്ള ബീഡാണ്. നെക്സ്റ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ്. പിന്നത്തേതിൽ വീണ്ടും ഗ്രേ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ടൈപ്പ്. ഇന്നത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇതിൽ 2 ബോളാണ്, മരത്തിന്റെ തന്നെയാണ് ഈ 2 ബോൾ. സെന്ററിൽ കുറച്ച് ഗോൾഡൻ ബീഡ്സ്, പിന്നെ അറ്റത്ത് ഇതുപോലെ. ഇത് ഒരെണ്ണത്തിൽ ശരി തനി മരത്തിന്റെ പോലത്തെ. പിന്നത്തേല് വരുമ്പോ ഈ വീട്ടിയുടെ ഒക്കെ ഒരു കളറാണ്, അല്ലെങ്കിൽ മഹാഗണിയുടെ ഒക്കെ ഒരു കളർ, അതാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 180 തന്നെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു ഇതിലത്തെ ഈ സെന്ററിലുള്ളത് മരത്തിന്റെ തന്നെ ഒരു കട്ടയാണ്, റൗണ്ട് അല്ല. ഇതുപോലെ ഇങ്ങനെ ചെത്തി ചെത്തി വെച്ചിരിക്കുന്ന ഒരു ഹെക്സഗൺ എന്നോ ഒക്കെ പറയാം. അങ്ങനത്തെ ഒരു ഷേപ്പാണ് ഇതിനുള്ളത് സെന്ററിൽ. അതുപോലെ പിന്നെ ഈ ശംഖിന്റെ ഒരു പീസ്, പിന്നെ ഗോൾഡൻ ബീഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 160 ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് 160 ആണ്. ഈ ക്ലിപ്പുകള് കഴിഞ്ഞ പ്രാവശ്യം ഫാൻസിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര എൻക്വയറി ആയിരുന്നു ഈ ക്ലിപ്പുകൾക്ക്. പക്ഷെ വീണ്ടും അന്വേഷിച്ച് ചെന്നപ്പോ വളരെ കുറച്ച് പീസാണ് ഇതിന്റെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഒരുപാട് പേര് അന്വേഷിച്ചത് കൊണ്ട് വേണ്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് പീസ് ഉള്ളുവെങ്കിലും അത് ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ആദ്യത്തെ ഫുള്ള് വൈറ്റ് ആണ്. ഇതാവുമ്പോ ഒരു റോസ് കളറ്, ബീജ് കളറ്, ഒരു മെറൂൺ കളറ്. ഇതാകുമ്പോ ഫുൾ ഒരു ബീജ് ഷെയ്ഡാണ്. ഇതാവുമ്പോ ഗ്രീൻ, ഒരു ലൈറ്റ് കോഫി ബ്രൗൺ, ബീജ്, അങ്ങനെയൊക്കെ മിക്സ് ആണ്. ഇത് വീണ്ടും ക്രീം കളറാണ് ഫുള്ള് വന്നിരിക്കുന്നത്. ഇത് ബ്ലാക്ക് അല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആർക്ക് ബ്ലാക്ക് ക്ലിപ്പ്, ഇത് ബ്ലാക്ക് അല്ല, നേവി ബ്ലൂ ആണ്. ഡാർക്ക് നേവി ബ്ലൂ ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണുമ്പോ തോന്നും ബ്ലാക്ക് ആണ്. പക്ഷെ ഇത് ബ്ലാക്ക് അല്ല, ഡാർക്ക് നേവി ബ്ലൂ ആണ്. അപ്പൊ ഇത് വളരെ കുറച്ച് പീസുകളാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. ഇതും അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ച ക്ലിപ്പായിരുന്നു. ഇത് കൊറിയൻ ക്ലിപ്പുകളാണ്. ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇതുപോലെ നല്ല വീതിയിൽ ഉള്ള നല്ല ക്ലിപ്പാണ്. നല്ല ക്വാളിറ്റി ഉള്ള ക്ലിപ്പാണ്. പെട്ടെന്ന് വിട്ടു പോകുന്നത്, അല്ലെങ്കിൽ നമ്മള് തലമുടിയിൽ ഇട്ടിച്ചിരി കഴിയുമ്പോൾ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് വിട്ടു പോരുന്നതൊന്നും അല്ല. നല്ലോണം മുടിയും കൊള്ളും. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ക്ലിപ്പാണ്, കൊറിയൻ ക്ലിപ്പുകളാണ്. അപ്പൊ ഈ ക്ലിപ്പുകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ലിപ്പുകൾക്ക് അത് ഭയങ്കര എൻക്വയറി ആയിരുന്നു. അതും ഇതുപോലെ തന്നെ വീണ്ടും അന്വേഷിച്ച് ചെന്നപ്പോ വളരെ കുറച്ചാണ് ഇത് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഒരു ഷെയ്ഡ് വരുന്നത്. പിന്നത്തെ കുറച്ച് ഷെയ്ഡുകളാണ് ഇതിൽ ഞാൻ ഈ പാക്കറ്റിൽ കാണിക്കുന്നില്ലേ, ഇങ്ങനെ പല പല ഷെയ്ഡുകളിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. നെക്സ്റ്റ് കാണിക്കുന്നതും മുമ്പത്തെ വീഡിയോയിലത്തെ തന്നെയാണ്, കൊറിയൻ ക്ലിപ്പ് തന്നെയാണ്. കണ്ടോ, ഇതിന്റെ ബാക്ക് സൈഡിൽ ഇത്രയും വീതിയുള്ള ആ അടപ്പാണ് ബാക്കിൽ വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ക്ലിപ്പാണ്. ഇതുപോലെ സെന്ററിൽ ഒരു പൂക്കെട്ട് പോലത്തെ ഒരു കെട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ക്ലിപ്പുകളൊക്കെ കാണുമ്പോൾ അതിന്റെ ആ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കാണാനല്ലേ, ഭയങ്കര ഒരു തിളക്കാണ് ഈ ക്ലിപ്പുകൾക്ക്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. ക്ലിപ്പും കൊറിയൻ ക്ലിപ്പ് തന്നെയാണ്. ഇതിന്റെ ഒരു പാറ്റേൺ കണ്ട, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടില്ല, ഒരു പുതിയ പാറ്റേൺ വന്നതാണത്. ഇതുപോലെ 2 പീസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിരിക്കുകയാണ്. ഒരു ഗോൾഡൻ ഷെയ്ഡ്, ബ്ലാക്ക്, ഒരു ലൈറ്റ് കോഫി ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. നമ്മൾ സാധാരണ അങ്ങനെ കാണുന്ന ഒരു ഡിസൈൻ അല്ല. ഈ ക്ലിപ്പുകളുടെ ബാക്ക് സൈഡ് കണ്ടോ, കൊറിയന്റെ ക്ലിപ്പ് തന്നെയാണ്. നല്ല വീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ക്ലിപ്പുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 195. അടുത്ത ക്ലിപ്പ്
അടുത്ത ക്ലിപ്പും ഇതുപോലെ തന്നെ കൊറിയന്റെ ക്ലിപ്പാണ്. ഇതിന്റെ ഡിസൈൻ കണ്ടോ, വേറൊരു തരാണ്. ഒരു റൗണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു കോൽ ഇങ്ങനെ പോയിരിക്കുകയാണ്. ഇത് ഗോൾഡൻ ഷെയ്ഡ്, ഒരു ക്രീം ഷെയ്ഡ്, കോഫി ഷെയ്ഡ്. ഇത് ഒരുപാട് മുടി ഉള്ളവർ എടുക്കരുത്, കുറച്ച് മുടി, കാരണം ഇത് കുറച്ച് ഇത്തിരി ചെറിയ ക്ലിപ്പാണ് കേട്ടോ. ഞാനത് ഊരി കാണിച്ചു തരാം. ഇതാ കണ്ടോ, ബാക്ക് ഇത്രയാണ് വരുന്നത്. അപ്പൊ ഇതിപ്പോ നമുക്ക് സെന്ററിൽ കുറച്ച് മുടി എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഇടാം. അതല്ല, ഉള്ളു വളരെ കുറവുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ക്ലിപ്പ് ഇടാം. ഒരുപാട് മുടി ഉള്ളവർക്ക് ഇത് ഇടാൻ പറ്റില്ല. ഒരു നോർമൽ മുടിയൊക്കെ ഉള്ളവർക്കാണ് ഇത് പറ്റുള്ളൂ കേട്ടോ. കുറെ മുടിയുള്ളവർക്ക് ഇത് പറ്റില്ല. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. ഇത് കൊറിയൻ ക്ലിപ്പ് തന്നെയാണ്. ഇതുപോലെയാണ് ഇതിന്റെ ഡിസൈൻ. ഇത് ഞാൻ മുമ്പ് കൊണ്ടുവരാത്ത ഡിസൈൻ ആണ്. ഇതില് അത്യാവശ്യം മുടിയൊക്കെ ഉള്ളവർക്കും ഇത് ഇടാൻ പറ്റുന്ന ക്ലിപ്പാണ്. ഇതിന്റെ റേറ്റ്, ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ, ഇതാ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. നെക്സ്റ്റ് ക്ലിപ്പ് വന്നിരിക്കുന്നത് കണ്ടോ, ഇതെല്ലാതും ഇതില് ഏകദേശമൊക്കെ ഒരുപോലെ തന്നെ. എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ, ചിലതിൽ കുറച്ച് കൂടുതൽ ഡിസൈൻ, ചിലതിൽ കുറവ്, അങ്ങനെയൊക്കെയാണ് ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ ഉള്ള ഇതൊക്കെ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. ഇത് അതേ കൊറിയൻ ക്ലിപ്പാണ്. ഇതാ നല്ല ക്വാളിറ്റി ഉള്ള ക്ലിപ്പാണ്. ബാക്കിൽ ഇതുപോലെ നല്ല വീതിയുള്ള അടപ്പാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. നെക്സ്റ്റ് ക്ലിപ്പ് വന്നിരിക്കുന്നത് ഇതൊരു പുതിയ ഡിസൈൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിക്കാത്ത ഒരു ഡിസൈൻ ആണ്. ഇത് നല്ലോണം മുടിയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലിപ്പാണ്. ഇത് നല്ല വലിയ ക്ലിപ്പാണ്. ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇത് വലിയ ക്ലിപ്പാ. അത്യാവശ്യം മുടിയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ പാറ്റേൺ കണ്ട, ഒരു റെക്ടാങ്കിൾ കട്ട ഇത് ഇവിടെ, അതും ഒട്ടിച്ചിട്ട് അടുത്തത്, അതുമേ അടുത്ത കട്ട ഒട്ടിച്ചേക്കണോ, അങ്ങനെയുള്ള ഒരു ഡിസൈൻ ആണ് ഇത്. അതുപോലെ തന്നെ ഇതാ ഇതും കണ്ടോ, ഇതില് ഈ ഒരു ക്ലിപ്പിന്റെ ഡിസൈന് വ്യത്യാസം വന്നു. ഇതിൽ ഇതുപോലെ ഇങ്ങനത്തെ കള്ളികളല്ല, ഇതാ വേറെ തരത്തിലുള്ള ഷേപ്പാണ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോയിരിക്കുന്നത്. ഇതൊക്കെ വലിയ ക്ലിപ്പുകളാണ്. നമുക്ക് അത്യാവശ്യം മുടി ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ക്ലിപ്പാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 220. ക്ലിപ്പ് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ട് ഒരുപാട് പേര് വീണ്ടും ചോദിച്ചൊരു ക്ലിപ്പാണ്. ഇതുപോലെ ഒരു ഗോൾഡൻ കളറിന്റെ ഒരു റൗണ്ട് വട്ടം, പിന്നെ ഒരു കല്ല്, പിന്നെ അതിന്റെ ഇടയിൽ കണ്ടോ ചെറിയ ചെറിയ ബേബി പിങ്ക് പോലത്തെ ചെറിയ ചെറിയ കല്ലുകള്, പിന്നെ വീണ്ടും ഇതുപോലെ ഗോൾഡൻ കളർ റിങ്, പിന്നെ വീണ്ടും ക്രിസ്റ്റലിന്റെ പോലത്തെ ഒരു കല്ല്, അങ്ങനത്തെ ഒരു ക്ലിപ്പാണ്. ഇത് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലിപ്പാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 190. ക്ലിപ്പ് കണ്ടോ, ഇത് നമുക്ക് ഫുൾ മുടി ഇടുന്നതല്ല, കുറച്ച് മുടി മാത്രം എടുത്ത് സെന്ററിൽ കുറച്ച് മുടി എടുത്ത് ഇടാൻ പറ്റുന്ന ക്ലിപ്പുകളാണ്. ഇതിൽ 4 എണ്ണത്തിലും ഇത് 4 ഫ്ലവറാണ്. ഒരെണ്ണത്തില് ഫുള്ളും ഒരു ബ്ലൂവും ഗ്രേയും ആണ്, ഒരെണ്ണത്തില് പിങ്കും ഗ്രേ ആണ്. കണ്ടോ, ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 180. ക്ലിപ്പ് അതെ നമുക്ക് പാർട്ടിക്ക് കുറച്ച് മുടി മാത്രം എടുത്ത് സെന്ററിൽ ഇടാൻ പറ്റുന്ന ക്ലിപ്പുകളാണ്. ഇതാണ് 2 ഷെയ്ഡുകൾ അതിലുള്ളത്. ഇത് കുറച്ച് മുടി എന്നിട്ട് ഇടാൻ പറ്റുള്ളൂ, ഫുൾ മുടി ഇടാൻ പറ്റുന്നതല്ല. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 190. ഇതിന്റെ ഈ കല്ലുകൾക്കൊക്കെ ഉള്ള ആ ഒരു തിളക്കം നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇതൊക്കെ നല്ല ഭംഗിയാണ്, സിമ്പിൾ ക്ലിപ്പുകളാണ്, പക്ഷെ നമുക്ക് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ക്ലിപ്പാണ്. നെക്സ്റ്റ് ക്ലിപ്പ് എന്ന് പറയുന്നത് നോക്കിയാൽ എന്തൊരു ഭംഗിയാ കാണാനായിട്ട്. കുഞ്ഞു കുഞ്ഞു തുമ്പികള് ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു ക്ലിപ്പ്, പാർട്ടി വെയർ ക്ലിപ്പാണ്. ഇതുപോലെ കുറച്ച് മുടി എടുത്ത് സെന്ററിൽ മാത്രം ഇടാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 190. ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്ന ഒരു ക്ലിപ്പായിരുന്നു. ഇതുപോലെ കുറച്ച് മുടി എടുത്തിട്ട് സെന്ററിൽ ഇടുന്ന ക്ലിപ്പ്. ഇത് ഒരു ബട്ടർഫ്ലൈ ആണ്. ഇത് കണ്ടോ, ഇതില് ഗോൾഡൻ കളറാണ്. ഇതില് ഒരു ലെയർ കല്ല്, പിന്നെ കുഞ്ഞു കുഞ്ഞു മുത്ത്, വീണ്ടും കല്ല്, മുത്ത്, അങ്ങനെ വന്നിരിക്കുന്നതാണ്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. തലമുടിയിൽ സെന്ററിൽ കുറച്ച് മുടി മാത്രം എടുത്ത് ഇടാൻ പറ്റുന്ന ക്ലിപ്പാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 190. ക്ലിപ്പും ഇതുപോലെ തന്നെ സെന്ററിൽ ഒരു തുമ്പി, പിന്നെ അതിന്റെ ചിറക് ഇങ്ങനെ വിടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടിരിക്കുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് മുടി എടുത്ത് സെന്ററിൽ ഇടുന്ന ക്ലിപ്പുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 190. ഈ ക്ലിപ്പ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതാണ് കാണിച്ചിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്ന ക്ലിപ്പ് ഇതായിരുന്നു. അന്ന് ഇതുപോലെ പല കസ്റ്റമേഴ്സും ചോദിച്ചതാണ്. അന്ന് വളരെ കുറച്ച് പീസാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും വളരെ കുറച്ച് പീസുകൾ തന്നെയാണ് ഉള്ളൂ. ഇതിന്റെ ഡിസൈൻ കണ്ടോ, ഇതില് നല്ലൊരു കുറച്ച് പേളുകളുണ്ട്, കല്ലുണ്ട്, പിന്നെ അത് കൂടാതെ നല്ലൊരു ക്രിസ്റ്റൽ ഫിനിഷ് ഉള്ള
ഒരു ബീഡാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ നിറച്ച് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലിപ്പാണ് ഇത്. കുറച്ച് മുടി എടുത്തിട്ട് വേണമെങ്കിൽ സെന്ററിൽ ഇടാം. അതല്ല, ഒരു നോർമൽ മുടി ഉള്ളവർക്കാണെങ്കിൽ അത് ഫുൾ മുടി ഇതിലിടാൻ പറ്റും. അപ്പോ അന്ന് ഞാൻ മുമ്പ് കാണിച്ചിരുന്നപ്പോ ഈ ഒരു കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇതിലിതാ വേറൊരു കളർ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെ 2 കളറുകളാണ് ഇതിലുള്ളത്. ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 290. ഈ ക്ലിപ്പ് ഈ ക്ലിപ്പ് കണ്ടോ, ഇതിന്റെ ഈ കല്ലുകളുടെ നല്ലൊരു തിളക്കല്ലേ, ഇത് ഈ ഗൺമെറ്റലാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഇത്ര മൈന്യൂട്ട് ക്രിസ്റ്റലാണ്, മൈന്യൂട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതുപോലെ തിളക്കമുള്ളത്. ഇതിന്റെ ബാക്കിലുള്ളതിന് ഇതാ അത്യാവശ്യം വീതിയുള്ള കണ്ടോ അടപ്പാണ് ഇതിന്. ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലിപ്പാണ്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 290. ഇത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ചിലപ്പോ യൂത്ത് കുട്ടികൾ അല്ലെങ്കിൽ 40+, 50+ ഒക്കെ ഉള്ളവര് ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോ തലമുടി ഇങ്ങനെ കെട്ടിവെക്കും. അപ്പൊ തലമുടി കെട്ടിക്കഴിഞ്ഞിട്ട് അതിന്റെ സൈഡില് ഈ പല്ല് പോലെ ഉള്ളത് ഇങ്ങോട്ട് ഇറക്കി കൊടുത്താല് ഈ ഡിസൈൻ മാത്രമാണ് പുറത്തേക്ക് കാണുള്ളൂ. ഇപ്പൊ എന്താ പറയാ, കൊണ്ട കെട്ടാന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ബൺ വെച്ച് കെട്ട, അല്ലെങ്കിൽ കൊണ്ട കെട്ടാന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ മുടി കെട്ടിയിട്ട് പാർട്ടിക്കൊക്കെ പോകുമ്പോ സൈഡിൽ കുത്തി കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡിസൈനുകളാണ് ഞാൻ കൊണ്ടുവരുന്നത്. ആദ്യത്തേല് കണ്ടോ, ഇതിപ്പോ ഇത്രയും പല്ല് പോലെ നിൽക്കുന്നത് ഈ മുടിയിലേക്ക് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കി കൊടുത്താല് ഈ വശം മാത്രമാണ് കാണുള്ളൂ. സിമ്പിൾ ബട്ട് മോഡസ്റ്റ് എന്ന് പറയുന്നത് പോലെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ. അടുത്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് അതിനേക്കാൾ സിമ്പിൾ ആണ്. ഇത് വരുമ്പോ ഇതില് കുഞ്ഞു കുഞ്ഞ് പേളുകളാ, കുഞ്ഞു കുഞ്ഞു കല്ലുമാണ് 2 വശത്ത് ഇരിക്കുന്നത്. ഇത് വേറൊരു മോഡല്. ഇനി അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഇതുപോലെ ഒരു ഫ്ലവർ, പിന്നെ അങ്ങോട്ട് ചെറിയ കല്ലുകൾ. ഇങ്ങനെ 3 ഡിസൈൻ ആണ് ഈ പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ 3ന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 350. പേളുകൾ തന്നെ ഇരിക്കുന്ന, മുത്തുകൾ മാത്രമായിട്ട് ഇരിക്കുന്ന ഒരു ക്ലിപ്പാണ്. ചെറിയ ക്ലിപ്പാണ്, കുറച്ച് മുടി എടുത്ത് സെന്ററിൽ മാത്രം ഇടാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 90 രൂപ. ഈ ക്ലിപ്പുകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുത്ത് ഒരു കല്ല്, ഒരു മുത്ത് ഒരു കല്ല്, അങ്ങനെ 3 ലെയറാണ്. ഇതെന്ന് പറഞ്ഞാല് 2 സൈഡിലാണ് കല്ല്, സെന്ററിലാണ് മുത്തുകൾ പോയിരിക്കുന്നത്. 2 വരി സെന്ററിൽ മുത്ത്, 2 സൈഡില് ഇതുപോലെ കല്ലുകൾ. ഇത് ഇത്രയ്ക്ക് മാത്രമാണ് ഇതിന്റെ വ്യത്യാസം. ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 150 രൂപ. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലിപ്പ് വന്നിരിക്കുന്നത് കണ്ടോ, ഇതും ഇതുപോലെ ബീഡ് തന്നെയാണ്. ഒരു ഡിസൈൻ ഇതിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നത് മാത്രം, ഫ്ലവറിന്റെ പോലെ ഒരു ഡിസൈൻ ഒരു വശത്തുണ്ട്. പിന്നെ ഇങ്ങോട്ട് ബീഡ്സ് ആണ്. ഇത് കണ്ടമാനം മുടി, ഭയങ്കര തിക്നെസ് മുടിയുള്ളവർ എടുക്കരുത്, നോർമൽ ഹെയർ ഉള്ളവർക്ക് ഇത് എടുക്കാം. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 150. അടുത്തൊരു ക്ലിപ്പ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ, ആദ്യത്തെ സിൽവർ, നല്ലൊരു ചിക്കു ഷെയ്ഡ്, ബ്ലാക്ക് ഷെയ്ഡ്. ഇത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ഇതിൽ ഇങ്ങനെ നിറച്ചും ഗ്ലിറ്റർ പോലെയാണ്, നല്ല തിളക്കമുള്ള. എന്നാൽ ഇതിന്റെ ക്ലിപ്പിന്റെ മോൾ വശമൊക്കെ തൊടുമ്പോൾ നല്ല മാർബിൾ ഫിനിഷ് പോലെ ഇങ്ങനെ ഇരിക്കും, നല്ല ഫിനിഷിംഗ് ആണ്. അങ്ങനെയുള്ളൊരു ക്ലിപ്പാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 65 രൂപ. ഇത് നമ്മൾക്ക് കുറച്ച് മുടിയെടുത്ത് സെന്ററിൽ ഇടാൻ പറ്റും. പിന്നെ ഉള്ളു കുറഞ്ഞ മുടിയുള്ളവർ മാത്രം ഇത് എടുക്കാം കേട്ടോ. അപ്പോ ഇന്ന് ഈ കാണിച്ച ക്ലിപ്പുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്